റോഷിപാൽ സൂചിപ്പാറയിലുണ്ട്. സൂചിപ്പാറയിൽ കുടുങ്ങിയ രക്ഷാപ്രവർത്തകരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. 3 സന്നദ്ധ പ്രവർത്തകരെ കോസ്റ്റ് ഗാർഡാണ് രക്ഷപ്പെടുത്തിയത്. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ എയർലിഫ്റ്റ് ചെയ്യുമെന്നുള്ള വിവരമാണ്. റോഷിപാൽ, ഇവരെങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത്? ഇപ്പോൾ ഏതായാലും രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യം ആശ്വാസകരമാണ്. എന്താണ് ഈ എയർലിഫ്റ്റ് എപ്പോൾ ആണ് ചെയ്തത്? എയർലിഫ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം എപ്പോഴാണ്? സ്മൃതി, ഇവർ കഴിഞ്ഞ ദിവസം ആ സൂചിപ്പാറയിൽ കുടുങ്ങിയ ആളുകളെ, ആ മേഖലയിൽ അവിടെ ആദിവാസികൾ താമസിക്കുന്നുണ്ട്, അവരെ രക്ഷപ്പെടുത്താനായി പോയതാണ്. സന്നദ്ധ പ്രവർത്തകരാണ്. അവർ അവിടെ കുടുങ്ങുകയായിരുന്നു. അവിടെ കുത്തൊഴുക്ക് വർദ്ധിച്ചതോടെ അവിടെ ഒറ്റപ്പെടുകയായിരുന്നു. അവർക്ക് കയറി വരാനുള്ള യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ തിരച്ചിലാണ് ഇവരെ കണ്ടെത്തുന്നത്. അതിലൊരാൾക്ക് അവിടെ വീണ് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് അവരെ മറ്റൊരു മാർഗത്തിലൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് അവർ വിലയിരുത്തി. കോസ്റ്റ് ഗാർഡ് അവരുടെ ഡ്രോൺ ഉൾപ്പെടെ വെച്ച് പരിശോധന നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ 3 പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായി മനസ്സിലാക്കിയത്. ഏതായാലും കോസ്റ്റ് ഗാർഡിൻ്റെ ചോപ്പറിൽ തന്നെയായിരിക്കും അവരെ എയർലിഫ്റ്റ് ചെയ്യുക. അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കി. കോഴിക്കോട് നിന്നും കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഉടൻ അവിടെ നിന്നും പുറപ്പെടും. തൊട്ടു പിന്നാലെ സൂചിപ്പാറയിലെത്തി ഈ 3 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. കാരണം അവിടെ വലിയ ദുർഘടം പിടിച്ച പാതയാണ്. അവിടെ നിന്നും പുറത്തേക്ക് കയർ വടം കെട്ടി മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. മാത്രമല്ല അതിൽ ഒരാൾക്ക് പരിക്കുള്ളത് കൊണ്ട് തന്നെ എളുപ്പമല്ല അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ. അതുകൊണ്ട് അവിടെ കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥന്മാർ, ഒപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും, മെഡിക്കൽ ടീം അടക്കം അവിടെ തുടരുന്നുണ്ട്. ഈ ചോപ്പറിൽ തന്നെ ഈ 3 പേരെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. സ്മൃതി, ശരി. സൂചിപ്പാറയിൽ രക്ഷാപ്രവർത്തനത്തിന് ആദിവാസി വിഭാഗത്തെ അവിടെ നിന്നും രക്ഷിക്കാൻ പോയ സന്നദ്ധ പ്രവർത്തകരാണ് കുടുങ്ങിയത്. 3 സന്നദ്ധ പ്രവർത്തകർ അവർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടിരിക്കുന്നതിൽ കോസ്റ്റ് ഗാർഡ് അവരെ രക്ഷപ്പെടുത്തി. ഒരാൾക്ക് ചെറിയ പരിക്കുണ്ട്. ഇവരെ എയർലിഫ്റ്റ് ചെയ്യുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ റോഷിപാൽ പങ്കുവയ്ക്കുന്നത്. ഈ സൂചിപ്പാറയിൽ സന്നദ്ധ പ്രവർത്തകർ, ഇത് റോഷിപാൽ എവിടെ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരായിരുന്നു? ഇതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വരുമ്പോൾ എല്ലാവരും കൂടി ഇറങ്ങേണ്ട എന്നുള്ളൊരു കൃത്യമായ സന്ദേശം സർക്കാർ നൽകുന്നത്. ഇപ്പോൾ ഇവിടെ സൈന്യത്തിനൊപ്പം അല്ലെങ്കിൽ ഫയർഫോഴ്സിനൊപ്പം പോകുമ്പോൾ ഇവരെ കൂടി ഒരു സംഘമായി ചേർക്കുന്നത് വലിയ അപകടം ഒഴിവാക്കും. അതുകൊണ്ടാണ് സ്വന്തം നിലയ്ക്ക് പോകുന്നത് അപകടമാണ് എന്നുള്ള കൃത്യമായ നിർദ്ദേശം സർക്കാർ നൽകുന്നത്. ഇപ്പോൾ സൂചിപ്പാറയിൽ കുടുങ്ങിയതൊരു ഉദാഹരണമാണ്. എവിടെ നിന്ന് വന്നവരാണ്? സ്മൃതി, അത് വ്യക്തമല്ല. കാരണം അവരുമായി അടുത്ത ആശയവിനിമയം നടത്താൻ കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ ഈ നേരത്തെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ആയാലും ആർമി ആയാലും പോലീസായാലും നൽകുന്ന നിർദ്ദേശം സ്വന്തം നിലയ്ക്ക് രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങരുതെന്നാണ്. ഒന്നുകിൽ ഫയർ ആൻഡ് റെസ്ക്യൂ അല്ലെങ്കിൽ NDRFൻ്റെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ ആർമി. അവർക്കൊപ്പമാണ് ഈ സന്നദ്ധ പ്രവർത്തകർ എല്ലായിടത്തും രക്ഷാപ്രവർത്തനം തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ അല്ലാതെ പോകുന്നവർക്കാണ് ഇത്തരത്തിൽ അപകടം അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചെത്തണമെങ്കിൽ ഈ എയർലിഫ്റ്റ് മാത്രമേ മാർഗമുള്ളൂ. പ്രത്യേകിച്ച് ഈ സൂചിപ്പാറ വലിയ അപകടം പിടിച്ച മേഖലയാണ്. അവിടെ നിന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ആദിവാസി വിഭാഗത്തിലെ കുറച്ചുപേർ അവിടെ കുടുങ്ങിയ ആളുകളെ പുറത്തേക്ക് എത്തിച്ചത് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സഹായത്തോടെയായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വലിയ വടം കെട്ടി വളരെ അപകടം പിടിച്ച രീതിയിൽ തന്നെയാണ് അവരെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിച്ചത്. ഏതായാലും ഇവർ എവിടെ നിന്നുള്ളവരാണെന്നും ആരാണെന്നും വ്യക്തമല്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭിക്കും. കോസ്റ്റ് ഗാർഡ് അവർക്ക് ആശയവിനിമയം നടത്താൻ, പൂർണ്ണമായ ആശയവിനിമയം നടത്താൻ സാധിച്ചിട്ടില്ല. വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. എന്തായാലും അവർക്ക് വലിയ ഗുരുതരമായ പരിക്കുകളില്ല, സാരമായ പരിക്കുകളില്ല. അവർക്ക് അവരുടെ അപകടപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യമല്ല. അവരെ പൂർണ്ണമായും സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥന്മാർ അല്പം മുമ്പ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഏതായാലും കോഴിക്കോട് നിന്നും കോസ്റ്റ് ഗാർഡിൻ്റെ ചോപ്പർ പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ സൂചിപ്പാറയിലെത്തി ഈ 3 സന്നദ്ധ പ്രവർത്തകരെ, രക്ഷാപ്രവർത്തകരെ പുറത്തേക്ക് എത്തിക്കും. അവരെ എയർലിഫ്റ്റ് ചെയ്ത് അവരെ ആശുപത്രികളിലേക്ക് മാറ്റും എന്നാണ് ഒടുവിൽ സ്മൃതി ഈ കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്.